പ്രകമ്പനം മൂവി കണ്ടിറങ്ങിയതാണ്. തിയേറ്ററിലൊരു പ്രകമ്പനം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. എനിക്കൊരു പ്രകമ്പനം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രകമ്പനമൊക്കെ തോന്നി. കാരണം ഈ ഒരു ജോണർ ഹൊറർ, കോളേജ്, ഹോസ്റ്റൽ, ഈ ഒരു സാധനം നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മളെപ്പോഴും ഒരു രോമാഞ്ചമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാറുമുണ്ട് ഇതിനകത്തുനിന്ന്. ഒരു ഏറെക്കുറെ ആ ഒരു വൈബ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പേഴ്സണലി കിട്ടി. വൈ? ബിക്കോസ് പടത്തിനകത്ത് ഹൊറർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡീസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു എബോ ആവറേജ് അടിച്ച് നിൽക്കുന്നുണ്ട് കോമഡീസ്. പിന്നെ കുറേ കഥയിൽ വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് എലമെൻറ്റുകൾ. അത് ടുവേർഡ്സ് ദ ടെയിൽ പടത്തിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ആയപ്പോൾ പെട്ടെന്ന് തീർത്തു വെച്ച പോലത്തെ ഒരു ഫീലിംഗ് വന്നു. അവിടെ എനിക്ക് കുറച്ച് അയ്യോ ഇതെന്താ ഇങ്ങനെ തീർത്ത് എന്നുള്ളൊരു ഫീലിംഗ് തോന്നി. അങ്ങനെ പടം ഒരു 3 കോളേജ് സുഹൃത്തുക്കളുടെ കഥ ആയിട്ട് റിവോൾവ് ചെയ്ത് തുടങ്ങുകയാണ്. അതിൽ തന്നെ ഗണപതിയുടെ ക്യാരക്ടറിനെയാണ് ആദ്യം സെൻറ്റർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കമൊക്കെ. പിന്നെ ഗണപതിൻ്റെ ഫാമിലി, കണ്ണൂർ ബേസ്ഡ് ഫാമിലിയെ കാണിക്കുന്നു. അവിടെ മല്ലിക സുകുമാരനും ബാക്കി അസീസ്, കലാഭവൻ നവാസ് ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ വരുന്നു. കലാഭവൻ നവാസിൻ്റെ കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമയായിരുന്നു. ഡബ് ചെയ്ത് വേറൊരാളാണ്. കലാഭവൻ നവാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ സ്ക്രീനിൽ കാണുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു സങ്കടം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് അത് നമുക്ക് കാണാൻ പറ്റുക. കാരണം ഇനി ആ ഒരു പെർഫോമൻസ് ഇല്ലല്ലോ. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു ടൈമിൽ കലാഭവൻ നവാസിൻ്റെ നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടതാണ്. പിന്നെ പെട്ടെന്ന് അത് അങ്ങോട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ബാക്ക് ടു സിനിമ വരുമ്പോഴാണ് ആ ഒരു ഇതുണ്ടായത് അദ്ദേഹത്തിന്. സോ അദ്ദേഹത്തിൻ്റെ ഫ്രെയിം കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായി മനസ്സിനകത്തതുണ്ട്. അങ്ങനെ കണ്ണൂർ ബേസ്ഡ് ഈ ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് വെച്ച് പടം തുടങ്ങുകയാണ് ഗണപതിയുടെ. പിന്നെ അതിൽ തന്നെ കുറച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഇതിനകത്ത് പല കോമഡി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അമീനുണ്ട്, ഗണപതി അത്യാവശ്യം കോമഡി കൈകാര്യം ചെയ്യും, സാഗർ സൂര്യ ചെയ്യും, നമ്മുടെ ടാർസൺ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവരൊരു കണ്ണൂർ ഗുണ്ടാന്ന് പറഞ്ഞൊരു സാധനം ഫസ്റ്റ് ഹാഫ് കിടന്ന് കളിക്കുന്നുണ്ട്. ഏതാടാ അത് ഐറ്റം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ചെങ്ങായി വന്ന് ചിരിപ്പിച്ചു പോയി ഇതിനകത്ത്. അങ്ങനത്തെ ഒരു ഐറ്റം മനുഷ്യൻ. അയാൾ വന്ന് അയാളും സാഗർ സൂര്യയൊക്കെയുള്ള ഒരു കോംബോ സാധനമൊക്കെ നല്ല വർക്കായിരുന്നു, അടിപൊളിയായിരുന്നു അത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആ ഒരു കണ്ണൂർ ഫാമിലി ഗണപതി ബേസ്ഡ് സാധനത്തിൽ നിന്ന് തുടങ്ങുന്നു, നേരെ അത് കോളേജ് ഹോസ്റ്റലിൽ എത്തുന്നു. പിന്നെ ഈ ഹൊറർ എലമെൻറ്റ് ഇവർ കൊണ്ടുവരുന്ന ഫസ്റ്റ് ഹാഫിലൊരു സാധനമുണ്ട്, ഈ ഹൊറർ കയറുന്ന ഒരു ഐറ്റം. അതിന് വെച്ച കുറച്ച് സാധനങ്ങൾ ഭയങ്കര രസമായിരുന്നു, ലൈനിട്ട്. അത് തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. കാരണം ആ സിറ്റുവേഷൻ അത് അങ്ങനെ രീതിയിൽ എത്തിച്ചത്, അതിനൊരു ഫ്രഷ്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ സംഗതി ഇപ്പോൾ അടുത്ത് കണിമംഗലം, കോവിലകം ഇറങ്ങിയിട്ടുണ്ട്, രോമാഞ്ചമുണ്ട്, ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട് നമ്മളെ മുന്നിൽ. ഇങ്ങനെ ഈ ഒരു ഹൊറർ സാധനത്ത് പിടിച്ചു പോകുന്ന ഒരു കോളേജ് സാധനങ്ങൾ. അപ്പോൾ ഇതിലൊരു ഫ്രഷ്നെസ് വേണം. എല്ലാത്തിലും ഒരുപോലെ ഹൊററിൽ പ്രേതം പിടിച്ച് കയറി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു ഫ്രഷ് സാധനമായിട്ട് തോന്നി. ആൻഡ് സാഗർ സൂര്യ, ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഗണപതിയുടെ ക്യാരക്ടർ വെച്ച് പോകുമെന്നുള്ള സ്ഥലത്ത് നിന്ന് ബാറ്റൻ കൈമാറുകയാണ്. ഈ റിലേക്കൊക്കെ ഓടുന്ന പോലെ ഗണപതിയിൽ നിന്ന് നേരെ സാഗർ സൂര്യയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സാഗർ സൂര്യ ഈ പ്രേതം കയറിയ ഐറ്റങ്ങൾ ചെയ്യുന്നതുണ്ട്. അതിൽ തന്നെ എസ്പെഷ്യലി ഒരു പ്രസംഗിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജും അതിൻ്റെ മാനറിസവും. ഈ മല്ലിക സുകുമാരനെയാണ് ഇയാൾ ഇതാക്കേണ്ടത്. അത് സ്പോയിലറായി പോകും, എന്നാലും കുഴപ്പമില്ല, എനിക്കത് പറഞ്ഞേ പറ്റൂ. ഒരു രക്ഷയില്ല, അന്യായമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സാഗർ സൂര്യ, ഒരു രക്ഷയില്ല. കാരണം ആ ക്യാരക്ടറിന് തന്നെ ഉള്ള ആ ഒരു ഡ്വൽ പേഴ്സണാലിറ്റി ഷെയ്ഡ് കാണിക്കണം സാഗർ സൂര്യയുടെ ക്യാരക്ടറിന്. അത് നല്ല കിടിലനായിട്ട് സാഗർ സൂര്യ കാണിച്ചിട്ടുണ്ട്. അത് രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ബോഡി മാനറിസവും അത് എല്ലായ്പ്പോഴും ഉണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാ ഇമോഷൻസും വരണം, സങ്കടവും വരണം, ദേഷ്യവും വരണം, കോമഡി വരണം, ഫൈറ്റിൽ വരണം. അത് നല്ല വെൽ ഹാൻഡിൽഡായിരുന്നു സാഗർ സൂര്യ. എസ്പെഷ്യലി പണി കഴിഞ്ഞ് കൊടൂര വില്ലൻ ഇമേജിൽ നിൽക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിടിലൻ കൈയടിക്കാവുന്ന ഐറ്റം തന്നെയാണ്. അത് നന്നായിട്ട് ചെയ്തു. അമീൻ്റെ ക്യാരക്ടറും മോശമല്ല. ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഫൺ എലമെൻ്റ് അമീൻ്റെ ക്യാരക്ടറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം കൂടുതൽ സാഗർ സൂര്യയോട് ഇങ്ങനെ എന്താ പറയുക ക്ലോസ് ആയിട്ട് നിന്ന് സാഗർ സൂര്യ ലീഡായി കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കണം. ഉള്ളതൊക്കെ നന്നായി ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ടാർസൻ വന്ന സ്ഥലങ്ങളിലൊക്കെ ടാർസൻ കത്തിച്ചിട്ടുണ്ട്. ടാർസൻ വന്ന സ്ഥലങ്ങളൊക്കെ നല്ല കിണ്ണനായിട്ട് അടിപൊളിയായിട്ട് ടാർസൻ വെച്ച് ചെയ്തു പോയി. ടാർസൻ അടിപൊളിയായിരുന്നു. ടാർസൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് പി കുഞ്ഞികൃഷ്ണൻ, എൻ്റെ മോനെ, ഇയാൾക്ക് 2 ഷെയ്ഡാണ് അതിനകത്ത്. ക്യാരക്ടറിന് 2 ചേഞ്ചാണ്.
ഫസ്റ്റ് ഹാഫിൽ ഒരു പി കുഞ്ഞികൃഷ്ണനും സെക്കൻഡ് ഹാഫിൽ പി കുഞ്ഞികൃഷ്ണനും അത് അയാൾ അസാധ്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞികൃഷ്ണനും സെക്കൻഡ് ഹാഫിൽ ഇവൻ്റെ മേത്ത് ഐറ്റം കയറി വരുന്നൊരു സാധനമുണ്ട് സാഗർ സൂര്യൻ്റെ. അത് രണ്ടുപേരും കൂടിയുള്ള ഒരു ഫ്രെയിമിൽ ഒരു സെറ്റ് പീസ് ഉണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഭയങ്കര വർക്കായ ഒരു ഐറ്റമായിരുന്നു. കുറേ ചിരിച്ച് അതിനകത്തിരുന്നിട്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പ്രേതം എലമെൻറ്റ് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ വർക്കൗട്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കോളേജിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. കോളേജിൻ്റെ അപ്പുറത്ത് ഒരു ഡിഫൈൻഡ് അല്ലാത്തൊരു വേറൊരു സാധനം വെച്ചു, അതിലൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അതൊന്നും അതിനൊന്നും ഒരു ഗ്രാവിറ്റി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത്. അതല്ലാതെ നോക്കുന്ന സമയത്ത് മെയിൻ സ്റ്റോറി ലൈൻ പോകുന്നത് പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പോലും സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. എൻഡിലേക്ക് വരുമ്പോഴാണ് രാജേഷ് മാധവൻ്റെ ക്യാരക്ടർ വരുന്നു. രാജേഷ് മാധവൻ്റെ ക്യാരക്ടർ ഒരു റഷ്യൻ ബേസ്ഡ് ഒഴിപ്പിക്കലുകാരനാണ്. അതിൻ്റെയൊക്കെ അത് നമുക്ക് തിയേറ്ററിൽ പോയാൽ മനസ്സിലാവും. പക്ഷെ രാജേഷ് മാധവൻ്റെ ക്യാരക്ടർ വന്നു പോയി, ആ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം വന്നില്ല. ഈ പടത്തിനകത്ത് നല്ല രീതിയിൽ അവസാനമാകുമ്പോഴത്തേക്ക് ഹൊറർ വർക്കൗട്ട് ചെയ്യാൻ പറ്റി നല്ല ഗ്രാഫിക്സ് പണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗ്രാഫിക്സും മൊത്തത്തിൽ ആ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ച രീതി അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് തീർത്തത് ഭയങ്കര, ഇപ്പോൾ കുറച്ചുണ്ടാവുമല്ലോ ഒരു ഇങ്ങനെ ബ്രോഡായിട്ട് നല്ല ക്ലീനായിട്ട് വരുന്ന സമയത്ത് ചീന്ന് പറഞ്ഞിട്ട് ഈ ബോട്ടിലേക്ക് മാതിരി കൊണ്ടുപോയി തീർക്കില്ലേ, പെട്ടെന്ന് പിടിച്ച് തീർത്ത പോലെ ക്ലൈമാക്സ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി തീർത്തു. അതിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റാത്ത പോലത്തെ ഒരു സാധനം എനിക്ക് തോന്നി പേഴ്സണലി. എനിക്ക് തോന്നുന്നത് അതിനകത്ത് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു വേറൊരു എക്സ്ട്രാ ലൈൻ ഉണ്ടായിരുന്നു. ഈ പി കുഞ്ഞികൃഷ്ണൻ്റെയും മല്ലികാ സുകുമാരൻ്റെയും ക്യാരക്ടർ തമ്മിലുള്ള ഒരു എക്സ്ട്രാ ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് അത് സെക്കൻഡ് ഹാഫിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അത് ബിൽഡായി എങ്കെയോ എത്തുമെന്ന് വിചാരിച്ചത്. അതൊരു വളരെ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ മാതിരി നിർത്തി കളഞ്ഞു. അത് കുറച്ചും കൂടി ഒന്ന് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ കഥയുടെ സാധനം കൂടി ഈ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കും ഒന്നുകൂടി ത്രില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ എനിക്ക് നല്ല വർക്കായി. അത്യാവശ്യം കോമഡിയും സാധനങ്ങളൊക്കെ നന്നായി ചിരിച്ചിട്ടാ. തിയേറ്ററിൽ ഇരുന്നവർ, എൻ്റെ അപ്പുറത്തുപുറത്തിരുന്നവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നല്ല ചിരിയായിരുന്നു, അവരും നല്ല ചിരിയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ല ഇരുന്ന് ചിരിച്ച് തന്നെയാണ് കണ്ടത്. പെർഫോമൻസുകളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗണപതിയാണെന്നുണ്ടെങ്കിലും ഡീസൻറ്റ് പെർഫോമൻസ്, അസീസ് നല്ല പെർഫോമൻസ് ആയിരുന്നു, മല്ലികാ സുകുമാരൻ നല്ല പെർഫോമൻസ് ആയിരുന്നു, രാജേഷ് മാധവൻ്റെ ഒരു കൈൻഡ് ഓഫ് ക്യാമിയോ ആണ്, പക്ഷെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെ അയാൾ ചെയ്ത് വെച്ചിട്ട് പോയിന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമീനാണെങ്കിൽ നന്നായിട്ട് ചെയ്തു, ടാർസൻ നന്നായിട്ട് ചെയ്തു. അവരൊക്കെ അവരുടെ സാധനങ്ങൾ കൃത്യമായി പിടിച്ചു പോയിട്ടുണ്ട്. ആൻഡ് സാഗർ സൂര്യ എടുത്തു പറയുന്നു, സാധനം സാഗർ സൂര്യ ആണ് ഇത് മൊത്തം കൊണ്ടുപോയത്. ദ ഷോ റൺ ബൈ സാഗർ സൂര്യയാണ്. അത് അടിപൊളിയായിട്ട് സാഗർ സൂര്യ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിജേഷ് പനത്തൂരാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓക്കെ, പിന്നെ ശ്രീഹരി വടക്കൻ റൈറ്റർ. കോൺട്രിബ്യൂഷൻ റൈറ്റിങ്ങിൽ വിജേഷ് പനത്തൂരിൻ്റെ ഉണ്ടെന്ന് IMDbയിൽ കാണുന്നുണ്ട്. എന്താണെങ്കിലും ശ്രീഹരി വടക്കൻ്റെ റൈറ്റിങ്ങും കൊള്ളാം, വിജേഷ് പനത്തൂരിൻ്റെ ഡിറക്ഷനും വലിയ സീനൊന്നുമില്ല. കാരണം കറക്റ്റ് എവിടെയോ നമുക്കൊരു ലാഗ് അടുപ്പിക്കാതെ കാര്യങ്ങൾ, ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഒരു ക്യാമ്പസ് ഹൊറർ ത്രില്ലറിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലോയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അത് കൃത്യമായി ഡെലിവർ ചെയ്യാൻ പറ്റി. ഓക്കെ, സിനിമാറ്റോഗ്രാഫി ആൽബി ആൻ്റണി, എഡിറ്റർ സൂരജ്, അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി പടം. എനിക്ക് വർക്കാണ്, തമാശയ്ക്ക് തമാശ ഉണ്ട്, ഹൊററിന് ഹൊററും വർക്കൗട്ടായിട്ടുണ്ട്. കൊണ്ടുപോയി നിർത്തിയ ഒരു ആംഗിൾ മാത്രം കുറച്ചൊരു അയ്യോ ഇതങ്ങനെ നിർത്തേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫണ്ണാണ് പടം.